വെൽക്കം ടു ഓൾ മൈ യൂട്യൂബ് ചാനൽ ഇയർ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോബിൻ്റെ വീഡിയോ അല്ല. ഞാനൊരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് നമ്മൾ നാട്ടിലേക്കൊക്കെ പൈസ അയക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ക്യാഷ് അയക്കുമ്പോൾ നമുക്ക് എങ്ങനെ പേയ്മെൻറ്റ് കിട്ടും, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വീഡിയോ ഒരുപാട് ലാഗാക്കുന്നില്ല, കാരണം അതിൻ്റെ ഒരു വർക്ക് മോഡ് തന്നെ അത്യാവശ്യം നല്ലൊരു 7 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ HubPay എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ് ഇതിൽ കൊടുക്കാം. നിങ്ങൾ നാട്ടിലേക്ക് ക്യാഷ് ഇടുമ്പോൾ 100 dirhams ആണ് നമ്മൾ മിനിമം അയക്കേണ്ടത്. 100 dirhams ആണ്. 1 dirham ഒന്നും നമുക്ക് അയക്കാൻ പറ്റില്ല, 50 dirhams ഒന്നും അയക്കാൻ പറ്റില്ല. നിങ്ങൾ 100 dirhams അയക്കുമ്പോൾ 6 dirhams അവരെ സർവീസ് ചാർജ് ഉണ്ട്, എല്ലാം പറഞ്ഞു തരാം ഞാൻ. പക്ഷേ നിങ്ങൾ 6 dirhams കൊടുത്തിട്ടാണ് അയക്കുന്നത് അങ്ങനെ വിചാരിക്കേണ്ട. 30 dirhams നമ്മൾക്ക് തിരിച്ചു കിട്ടും. അത് അവരൊരു ഓഫർ ഓൺഗോയിങ് ആണ് ഇപ്പോൾ, അതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. 30 dirhams നമ്മൾക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റെഫറൽ കോഡ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക. ആ റെഫറൽ കോഡ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ റെഫറൽ കോഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് 100 dirhams അയക്കുമ്പോൾ നിങ്ങൾക്ക് 30 dirhams കിട്ടും, എനിക്കും 30 dirhams കിട്ടും. അതുപോലെ തന്നെ നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നിങ്ങളെ അക്കൗണ്ടിൽ തന്നെ പോയാൽ നിങ്ങൾക്ക് റെഫറൽ കോഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ആ റെഫറൽ കോഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 30 dirhams കിട്ടും, നിങ്ങൾ ആ ഫ്രണ്ടിന് 30 dirhams കിട്ടും. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ്. എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ID വെരിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. വിത്തൗട്ട് യുവർ പെർമിഷൻ അവരൊരു ചാർജും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കില്ല. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ 1 രൂപ പോലും 1 dirhams പോലും അവരെടുക്കില്ല. അതിൻ്റെ എല്ലാ ഡാറ്റാസും സെക്യൂരിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, നല്ലൊരു എമൗണ്ട്, അതായത് നല്ല എക്സ്ചേഞ്ച് റേറ്റ് അവർ തരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചിലൊക്കെ പോയിക്കാണ്ട് എമൗണ്ട് പേ ചെയ്യുമ്പോൾ 16-20 dirhams നമ്മൾ കൊടുക്കണം. ഇത് 6 dirhams കൊടുത്താലും 30 dirhams നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരും റെഫറൽ കോഡ് ചൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് പ്രോസസ്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, വീഡിയോ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ HubPayൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹോം ഐക്കണാണ് നിങ്ങൾ മുന്നിൽ വരിക. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ലോഗിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു മെമ്പറാണ്, ഞാനത് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാണ് ഒരു ഡെമോ ആയിട്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ നമ്പറിൽ ഒരു OTP വരും. അത് നമ്മൾ ഡയറക്റ്റ് ഇതിൽ കോപ്പി ചെയ്യാണ് വേണ്ടത്. OTP വെരിഫൈ ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആവും. നിങ്ങളൊരു മെയിൽ ID കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു മെയിൽ ID കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒറിജിനൽ മെയിൽ ID തന്നെ കൊടുക്കണം, കാരണം നമ്മുടെ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള മെയിൽ ID തന്നെ കൊടുക്കണം. ഒരു നെയിം കൊടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കും. ജസ്റ്റ് ഡെമോ ആണ്. നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അഗെയിൻ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആവും. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ യൂസേജിന് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ സെറ്റപ്പ് ഫിംഗർ പ്രിൻ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് പാസ്വേഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നോട്ട്സിൽ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗോട്ട് എ റെഫറൽ കോഡ് എൻ്റർ ഇറ്റ് ഹിയർ ടു earn 30 AED. അപ്പോൾ ഞാൻ എൻ്റെ റെഫറൽ കോഡ് ഇവിടെ മുകളിൽ കൊടുക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ റെഫറൽ കോഡ് എഴുതുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ ഒരു റെഫറൽ കോഡ്, സപ്പോസ് ഇതാണ് റെഫറൽ കോഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അത് റെഫറൽ കോഡല്ല ആക്ച്വലി. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആഡ് ആവും, റെഫറൽ കോഡ് ആഡ് ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് കൊടുക്കാത്തത്, ഇതൊരു ഡെമോ അക്കൗണ്ടാണ്. ഞാനിതിന് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യൂല, കാരണം എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. ഒരു ID വെച്ചിട്ട് ഒരു അക്കൗണ്ടല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്സ്. നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ മെയിലിലേക്കൊരു ഇമെയിൽ പോവും.
ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അക്കൗണ്ട് വെരിഫൈ ആവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു 100 AED നാട്ടിൽ കണ്ടോ 2104 dirhams, 0.41 dirhams ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു 500 dirhams 11,088 dirhams. പൊതുവേ നമുക്ക് 500 എന്ന് പറഞ്ഞാൽ 10,000-ൻ്റെ അടുത്ത് നമുക്ക് കിട്ടാറുള്ളൂ. പിന്നെ ഇതിലുള്ളത് എന്താ വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ പറയും എക്സ്ചേഞ്ചിൽ ഇതിലേറെ കിട്ടുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ എക്സ്ചേഞ്ചിൽ ഞാൻ പറഞ്ഞല്ലോ 20 dirhamsൻ്റെ അടുത്ത് നമ്മൾ പേ ചെയ്യണം. ഇതിലെന്ന് പറഞ്ഞാൽ 6 dirhams നമ്മൾ പേ ചെയ്യണം. പക്ഷേ 24 dirhams നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. നിങ്ങൾ റെഫറൽ കോഡ് എൻ്റെത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ റെഫറൽ കോഡ് യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ റെഫറൽ കോഡിൽ നിങ്ങൾ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും 30 dirhams കിട്ടും, നിങ്ങളുടെ ഫ്രണ്ടിനും 30 dirhams കിട്ടും ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ സെൻഡ് മണി ഇൻ സെക്കൻഡ്സ്, ടോപ്പ് യുവർ വാലറ്റ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് യുവർ വാലറ്റിൽ സൈനപ്പ് കഴിഞ്ഞു, ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് മെയിൽ വെരിഫൈ ചെയ്തിട്ട് വരാം. ഞാൻ മെയിൽ വെരിഫൈ ചെയ്തിട്ടില്ല. ഉണ്ടോ, നിങ്ങളുടെ ഹബ്പേൻ്റെ മെയിൽ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ യുവർ ഇമെയിൽ കൊടുക്കുക. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്, മെയിൽ വെരിഫൈ ആയി ഇപ്പോൾ. അപ്പോൾ കണ്ടോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അതിൻ്റെ ഇത് വന്നു. അപ്പോൾ മെയിൽ വെരിഫൈ ആയി. ഇനി എമിറേറ്റ്സ് ID വെരിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, എൻ്റെ അടുത്ത് ഒരു എമിറേറ്റ്സ് ID ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വെരിഫൈ ID എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഐക്കൺ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇത് എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എമിറേറ്റ്സ് ID ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ആവും. അതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കുക. അപ്പോൾ അത് നല്ല ക്ലിയറിൽ ചെയ്യണം. അതിന് ശേഷം നിങ്ങളുടെ ഒരു സെൽഫി, ഒരു ഫോട്ടോ നിങ്ങൾ ചെയ്യുക. മീൻസ് ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു പ്രൊഫൈലായിട്ട് വെക്കാണ്ടെന്നല്ല, ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. എമിറേറ്റ്സ് IDയിലുള്ള ആൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സിങ്. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഇതിപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ടോപ്പ് യുവർ വാലറ്റ് എടുക്കുക. നിങ്ങൾ എമിറേറ്റ്സ് ID വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് യുവർ വാലറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹോമാണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ 100, 500, 1000, 2000, 3000 ഈ ഒരു രീതിയിലാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 100 ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഈസി ലിങ്ക് കൊടുക്കുക. ഈസി ലിങ്ക് കൊടുത്തതിന് ശേഷം ഇവർ പറയുന്നത് കേട്ടോ, സെറ്റപ്പ് പേയ്മെൻറ്റ്സ് 100% പ്രൈവറ്റാണ്, പ്രൊട്ടക്ട് ഡാറ്റ, നാഷണലി റെഗുലേറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രശ്നവും വരില്ല. അവരെല്ലാം നമ്മൾക്ക് എല്ലാ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പരിപാടിയും, അതായത് നമ്മുടെ ഹിഡൻ ചാർജസ് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ബാങ്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ എമിറേറ്റ്സ് NBD ആണ് ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മേക്ക് പേയ്മെൻറ്റ്സ് വിത്തൗട്ട് യുവർ പെർമിഷൻ, വ്യൂ യുവർ ബാങ്ക് പാസ്വേഡ്, യൂസർ നെയിം, എഡിറ്റ് യുവർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ കറക്റ്റ് ഡീറ്റെയിൽസേ കൊടുക്കാവൂ. ഇത് പറ്റിക്കോ എന്ന് വിചാരിച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യരുത്. ഓക്കെ, ഈ നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മളിതിൽ ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്യൂർ ലിങ്കിന് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും കേട്ടോ, കാരണം നമ്മൾ ബാങ്കിൻ്റെ രീതിയിൽ ചെയ്യല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വെരിഫിക്കേഷൻ്റെ ഒരു പ്രൊസീജിയർ ടൈം എടുക്കും. ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഒന്നുകൂടെ കാണിക്കാതെ ജസ്റ്റ് ഒരു കണക്ഷൻ പ്രോബ്ലം വന്നു. അപ്പോൾ എമിറേറ്റ്സ് NBD ആണ് എൻ്റെ ബാങ്ക്. അഗ്രി ആൻഡ് കണ്ടിന്യൂ. യൂസർ നെയിമും ഞാൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. എമിറേറ്റ്സ് NBDയിൽ അവരൊരു ടോക്കൺ ചോദിക്കും നമ്മളോട്. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു. ആ ടോക്കണ് നമ്മൾക്ക് സ്മാർട്ട് പാസ് ആപ്പ്, എമിറേറ്റ്സ് NBD ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് സ്മാർട്ട് പാസിൻ്റെ ഒരു ഐക്കൺ കാണും. അത് ജസ്റ്റ് ടച്ച് ചെയ്താൽ നമ്മൾക്ക് ഈ ടോക്കൺ കിട്ടും. ഞാനങ്ങനെ സ്മാർട്ട് പാസ് കൊടുത്തു. എനിക്കൊരു മെസ്സേജും വന്നിട്ടുണ്ട് എമിറേറ്റ്സ് NBDൻ്റെ ഭാഗത്തുനിന്ന്.
ഇപ്പോൾ സെലക്ട് വിച്ച് അക്കൗണ്ട് യു വുഡ് ലൈക്ക് ടു യൂസ്. അപ്പോൾ എനിക്ക് എമിറേറ്റ്സ് സൈഡിൻ്റെ അക്കൗണ്ട് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. പെൻഡിങ് ആയിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. 24 ഹവറിൻ്റെ ഉള്ളിൽ അത് റെഡിയാവും. ബാങ്ക് ലിങ്കിങ് ഈസ് അണ്ടർ പ്രോസസ് അറ്റ് യുവർ ബാങ്ക് അണ്ടിൽ 26/10/2022. 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇത് റെഡിയാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.